ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു വെള്ളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇന്നലെ ഞാൻ നിങ്ങളെ വെള്ളം കാണിച്ചപ്പോൾ നമ്മുടെ റോഡ് കവിഞ്ഞിട്ടില്ലായിരുന്നു, കണ്ടോ? ഇന്നിപ്പോൾ രാവിലെ റോഡെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നല്ല രീതിയിൽ കവിഞ്ഞ് കണ്ടോ, വെള്ളം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ റൂമിനകത്തും അടുക്കളയ്ക്കകത്തും ഒക്കെ അതിനേക്കാൾ ഇന്നലെ കാണിച്ചതിലും വെള്ളമായിട്ടുണ്ട്. ഇത് റൂമൊക്കെ നിറഞ്ഞ് ഇന്നലെ കണ്ടോ, ഇന്നലെ ഞാൻ അവരുടെ അപ്പുറത്തെ വീട്ടിലേക്ക് ഇത് കാണിച്ചപ്പോഴത്തേനും കണ്ടോ, വെള്ളം അവരുടെ റോഡിനകത്ത് പകുതിയെല്ലാം ഉള്ളായിരുന്നു. ഇപ്പോൾ അവരുടെ സിറ്റൗട്ടിലൊക്കെ വെള്ളമായി. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ടോ, റോഡിലെല്ലാം വെള്ളമായി കണ്ടോ. ഇവിടെയെല്ലാം എല്ലായിടവും വെള്ളമായി, നന്നായിട്ട് വെള്ളം ആയി. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ കിണറൊക്കെ ഞങ്ങൾ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല, കാരണം മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നാളായി. പൈപ്പ് കണക്ഷൻ ഉള്ള കാരണം നമ്മൾ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നില്ലായിരുന്നു. അതൊരു ഭാഗ്യമായി. അല്ലെ ഇപ്പോൾ വെള്ളം കയറുമ്പോൾ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇറങ്ങിയെല്ലാം കഴിഞ്ഞ് തേകിക്കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വാട്ടർ കണക്ഷനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡെയിലി വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നമില്ല, നല്ല വെള്ളം തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കുള്ള പൊടി. എല്ലാവരും ചപ്പാത്തി ചൂടുവെള്ളത്തിലാണ് മിക്കവരും നനയ്ക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെയൊക്കെ ചൂടുവെള്ളത്തിലായിരുന്നു നനച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് നനയ്ക്കുന്നത്. പച്ചവെള്ളത്തിൽ ചപ്പാത്തി പൊടി നനച്ചാലും നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കുന്നതിലേയും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. വേണ്ടത് പച്ചവെള്ളമാണ്, ചൂടുവെള്ളമാണ് നമുക്കിന് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, പച്ചവെള്ളമാണ്. അപ്പം ഞാനിത് എനിക്കും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്നോടിത് എൻ്റെ അനിയൻ്റെ വൈഫാണ് ഇങ്ങനെ പറഞ്ഞത്, പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അവളോടിങ്ങനെ അവളുടെ ആങ്ങളയുടെ വൈഫ് പറഞ്ഞിട്ടാണ് അവൾ എന്നോടിങ്ങനെ പറഞ്ഞത്. അപ്പം അന്ന് തൊട്ട് ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് ഞാനിങ്ങനെ പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ, ഒന്ന് സോഫ്റ്റായിട്ട് വരാനോ. എന്നാൽ അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കല്ലിൽ എന്തായാലും വെളിച്ചെണ്ണ തൂക്കില്ല. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. മുറിക്കകത്തൊക്കെ വെള്ളം ആയതുകൊണ്ടാണ് ഞാനിവിടെ ഹാളിനകത്ത് ദിവാങ്കോട്ട ഇരുന്നാണ് ഇതൊക്കെ കുഴയ്ക്കുന്നത്. അടുക്കളയ്ക്കകത്തും മുറിയിലെല്ലാം വെള്ളമാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നൊക്കെ അരിയാനൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. എന്നാലും വെള്ളമാണ്, താഴെ എല്ലാം വെള്ളമാണ്. നമ്മുടെ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് ഉരുളകളാക്കി എടുക്കാവേ. ഓരോ ബൗൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബൗൾസ് എല്ലാം ഉരുട്ടി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കാവേ. ഇപ്പം ചപ്പാത്തി പലക അപ്പുറം വർക്ക് ഏരിയയിലാണ്, അവിടെ നന്നായിട്ട് വെള്ളമാണ്. അപ്പോൾ വർക്ക് ഏരിയയിൽ ഞാൻ ചപ്പാത്തി പലക അങ്ങനെ ഇടിയപ്പനാഴിയൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ട് പരത്തുവാണ്. ടൈല് നന്നായിട്ട് തുടച്ചിട്ട് ഇവിടെ ഇട്ട് പരത്തുവാണ്. അപ്പം നമ്മളിത് കണ്ടോ, പച്ചവെള്ളത്തിൽ കുഴച്ച ഗോതമ്പ് പൊടിയാണ്. നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് പരത്തി എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അത് എല്ലാം ഒന്ന് പരത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ചുട്ടെടുക്കാം. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, കല്ല് ചൂടായി, ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ മുട്ടക്കറി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു കേട്ടോ. കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മുട്ടക്കറി റെഡിയാക്കി വെച്ചു. കാരണം ഇത് കണ്ടോ, പെരയ്ക്കകത്തെല്ലാം വെള്ളമാണ്. വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പം ഭയങ്കര പാടാണ് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനേ. അപ്പം രാവിലെ ഞാൻ മുട്ടക്കറി വെച്ച സമയത്ത് മോൻ എഴുന്നേറ്റില്ലായിരുന്നു.
ആ ടൈമിൽ ഞാൻ മുട്ടക്കറി വെച്ചു. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോയാൽ ചിലപ്പം ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി വെള്ളത്തിലെങ്ങാനും പോയാൽ പിന്നെ അത് വലിയൊരു പണിയാകും. അത് കാരണം ഞാൻ മുട്ടക്കറിയുടെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നീട് ഒരു ദിവസം നമ്മൾ മുട്ടക്കറി വെക്കുമ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് ഞാനൊന്നും കാണിച്ചു തരാം. അപ്പോൾ ചപ്പാത്തി ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ചവെള്ളത്തിൽ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചപ്പാത്തി. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയാണ്. നമ്മൾ കഴിക്കാൻ പോവാണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ രാവിലെ എടുത്തെങ്കിലും വൈകുന്നേരമൊക്കെ ഇത് അപ്ലോഡ് ചെയ്തൊക്കെ ഇടുമ്പോഴത്തേനും, കാരണം ഇവിടെ എല്ലാം വെള്ളം എന്നറിയാമല്ലോ, അപ്പോൾ അതിൻ്റെതായ സമയക്കുറവുണ്ട്. അപ്പം എല്ലാവരും അക്കൂസ് ഫീൽഡ് ആർപ്പുക്കര എന്ന നമ്മുടെ ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം 11ാമത്തെ വീഡിയോ ആണിത്. ഷോർട്ട് 3 ഇട്ട് പിന്നെ വീഡിയോ, അങ്ങനെ 11ാമത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും.